ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതിയ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മുടെ ഹരീഷ് പറഞ്ഞ് ആകെ വിഷമായിട്ട് നമ്മുടെ നീതു സുഭാഷിൻ്റെ അടുത്ത് വന്ന പരാതിയൊക്കെ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ സുഭാഷ് പറഞ്ഞ മോളെ വേറെ ഒന്നും കരുതണ്ട, അവൻ അങ്ങനെ പറഞ്ഞു പോയി, ഞാൻ വരട്ടെ, അവൻ വരട്ടെ, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ ഒരിക്കലും അയാളുടെ പുറകെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീതു പിണങ്ങി സങ്കടപ്പെട്ടാണ് പോണത്. ഇത് കേൾക്കാത്ത താമസം നമ്മുടെ സുധീഷും നികേഷും കൂടെ ചിരിയോട് ചിരിയാണ്. അങ്ങനെ നമ്മുടെ ഹരീഷ് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷ് വന്നു. ഹരീഷ് വന്ന പാടെ എന്നെ സുഭാഷ് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, അതെ നീ ഇന്ന് എന്ത് പണിയാണ് കാണിച്ച്? എന്താ സുഭാഷ് ചേട്ടാന്ന് ഹരീഷ് ചോദിച്ചു. അതെ, നീ ഇന്ന് ആ നീതുവിനോട് എന്താ പറഞ്ഞത്? അത് പിന്നെ ഞാൻ എടാ എന്ത് വിവരക്കേടാടാ പറഞ്ഞ്. നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ എൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. നീ ഒരു ആണുങ്ങൾക്ക് ചെയ്യുന്ന സംസാരമാണോ നീയാ സംസാരിച്ചത്? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിനക്ക് ആ കുട്ടിയോട് എത്രമാത്രം ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയെ നീ എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതോടുകൂടി ആ കുട്ടിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. അതിവിടെ വന്ന് കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് പോയത്. അത് സുഭാഷ് ചേട്ടാ, ഞാൻ പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. ഇങ്ങനെയൊക്കെയാണോടാ പറയുന്നത്? ഇപ്പം നിനക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നീ ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ കുട്ടി നിന്നോട് പറയാണ് എൻ്റെ ചേച്ചി വിവാഹം കഴിക്കാമോ എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ നിനക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാവും? അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സുഭാഷ് കുറേ വഴക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഹരീഷിന് ആകെ വിഷമമായി. എന്തായാലും പറഞ്ഞും പോയി. അതിൻ്റെ ഇടയിൽ സുധീഷും നികേഷും കൂടെ ചിരിയോട് ചിരിയും. അപ്പം നിധി ഇടയ്ക്ക് നോക്കി രണ്ടിനെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. വലിയ ഇത്രമാത്രം ചിരിക്കാൻ തന്നെ. അവസാനം സുഭാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഒന്നുമില്ലെങ്കിലും നിനക്ക് ആ കുട്ടിയുടെ എൻ്റെയും പ്രായം ഒന്ന് നോക്കണ്ടേ? എൻ്റെ എത്ര വയസ്സ് ഇളയത് ആ കുട്ടിക്ക്? ഇപ്പം പ്രായം നോക്കണ്ട, എന്നാലും ഇത് നീ പറഞ്ഞ ശൈലിയും രീതിയും ഒക്കെ ശരിയാണോ ഹരീഷ്? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതായപ്പോൾ ഹരീഷിന് വല്ലാണ്ടൊരു വിഷമമായി. അപ്പോൾ ഹരീഷ് പുറത്തോട്ട് പോയി ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധി ചെന്നിട്ട് ഹരീഷിനോട് പറഞ്ഞു, സാരയില്ല, എന്തായാലും നീ പറഞ്ഞത് കുറച്ച് തെറ്റായിപ്പോയി. പക്ഷേ നീ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാത്തതിൻ്റെയും ആ ഒരു ഇതൊക്കെ വിഷമം ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു മൈൻഡിൽ പറഞ്ഞതായിരിക്കും. പക്ഷേ നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോ എന്നോട് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഹരീഷ് പറഞ്ഞു, അത് ഏട്ടത്തി ഞാൻ പറഞ്ഞു പോയി അപ്പോഴത്തെ ഒരു ഇതിൽ. എന്നാൽ നീ ആ കുട്ടിയോട് എപ്പോഴെങ്കിലും കാണുമ്പം ഒരു സോറി പറയണം. കാര്യം എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഇതായിപ്പോയി നീ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടൊരു ക്ഷമ അത് വേണം കേട്ടത്തി, വേണം. നീ ഒരു സോറി അതിനെ കാണുമ്പോൾ പറഞ്ഞേരെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഹരീഷിനെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നിധി ആദ്യം പോയി സുധീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും പറഞ്ഞു, ദേ ഇനി എങ്ങാനും ചിരിക്കണ കണ്ട രണ്ടിനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിധി അവിടെ ഇരുന്നത് കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് വന്നു. എൻ്റെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം ഹരീഷ് പോയി ജോലി സ്ഥലത്ത് വർക്ക്ഷോപ്പിൽ പോയെങ്കിലും ഹരീഷിന് നിധി പറഞ്ഞ കാര്യമാണ്, നീതുവിനോട് എങ്ങനെയാണെങ്കിലും ഒരു സോറി പറയണം. കാര്യം എന്ന് വെച്ചാൽ താൻ താൻ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഹരീഷ് വർക്ക്ഷോപ്പൊക്കെ ആ സമയത്ത് വർക്ക്ഷോപ്പിൽ സന്ധ്യയൊക്കെ ആവാറായ സമയത്ത് ഹരീഷ് പതുക്കെ നീതുവിൻ്റെ വീടിൻ്റെ അടുത്ത് പതുക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് നീതുവിനെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. പക്ഷേ ആളകത്തുണ്ടെന്നുള്ളത് ഹരീഷിന് മനസ്സിലായായിരുന്നു. അങ്ങനെ ഹരീഷ് അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്ന സമയം നമ്മുടെ സുധീഷ് അതുവഴി പോവാണ്. അപ്പോൾ സുധീഷ് നോക്കുമ്പോൾ ഹരീഷ് അവിടെ നിന്ന് ചുറ്റിപ്പറ്റണു. എന്താണാവോ? അപ്പോൾ സുധീഷ് ആദ്യം കുറച്ച് നേരം മാറി നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തോട്ടെ, അവൻ എന്താ അവിടെ ചെയ്യണേ എന്നുള്ളത് സുധീഷിന് മനസ്സിലായി. അത് നീതുവിൻ്റെ വീടാണ് എന്നുള്ളത് സുധീഷിന് മനസ്സിലായായിരുന്നു. എന്നാൽ ഇവൻ അവിടെ എന്ത് പണി ഒപ്പിക്കാനാണ് നിൽക്കണേന്നുള്ളത് സുധീഷ് കുറച്ച് നേരം വാച്ച് ചെയ്തിട്ട് പതുക്കെ നടന്ന് ഹരീഷിൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഹരീഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരീഷിന് വല്ലാണ്ടൊരു വെപ്രാളമൊക്കെ ആയിപ്പോയി. അപ്പോൾ സുധീഷ് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നിൽക്കണം. നീ എന്താ ഇവിടെ? സുധീഷ് ഏട്ടൻ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ നീ ഇവിടെ നിൽക്കണോണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഏത് ഫ്രണ്ടാ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും തനിക്ക് അറിയുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ല എന്നാലും ഏത് ഫ്രണ്ട്സാ? നീതൊന്നും മറ്റുമാണോ ഫ്രണ്ടിൻ്റെ പേരെന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷ് അങ്ങോട്ട് വെളുത്തു കേട്ടോ. പെട്ടെന്നൊരു ചമ്മിയ മുഖമൊക്കെ ഹരീഷിൻ്റെ മുഖത്ത് വന്നു. എന്നാലും ഹരീഷ് ഇല്ലാത്ത ഒരു ദേഷ്യവും ഒരു ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ വന്ന വഴി പോയേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് നിൽക്കണേന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ മാറ്റി വിടുകയാണ്. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോയിട്ട് കുറച്ച് മാറി വീണ്ടും ഒളിച്ച് നിൽക്കാൻ കേട്ടോ. ഇവൻ എന്താ അവിടെ ഒപ്പിക്കണേന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നീതു അവിടെ എന്തോ അടിച്ചൊക്കെ വാരിയിട്ട് അതിൻ്റെ ചപ്പുമൊക്കെ ആയിട്ട് വേസ്റ്റ് ബോക്സും കൊണ്ട് ഇങ്ങനെ വരേണ്ട. അപ്പോഴേക്കും ഹരീഷ് നീതുവിനെ പതുക്കെ വിളിച്ചു
കേട്ടോ. അപ്പോഴേക്കും ഗേറ്റിൻ്റെ അടുത്തോട്ട് നീതു വന്നു. എന്തേന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ ഞാൻ ഇന്ന് പറഞ്ഞത് കുറച്ച് ഇതായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സോറി പറയാനാണ് വന്നത്. എന്ത് സോറിയാ? എനിക്ക് നിങ്ങളെ കാണുന്ന കൂടി എനിക്കിപ്പോൾ ഇഷ്ടമല്ല. നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും നിങ്ങളെ മാത്രമാണ് മനുഷ്യ സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഏതൊരു പെണ്ണിൻ്റെ അടുത്തും മേലാൽ ഇങ്ങനെയുള്ളൊരു സംസാരം സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നീതു കുറേ അങ്ങോട്ട് സങ്കടപ്പെടേണ്. അതെ അറിയാണ്ട് പറ്റി പറഞ്ഞു പോയതാണ്, നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയാം. എന്ത് ക്ഷമിക്കാൻ? ഇനി ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ച് നിങ്ങളെ വായിൽ നിന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊരു വാക്കങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷേ ഇത്രയും വലിയൊരു ഇത് തരണമായിരുന്നു എനിക്ക്, എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീതു സങ്കടപ്പെട്ടു. എന്നോട് ഒന്ന് ക്ഷമിക്കുക നീതു എന്ന് പറയുമ്പോഴത്തേക്ക് നീതു ക്ഷമിക്കുക. എന്നിട്ട് നീതു എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വേസ്റ്റ് ബോക്സിൽ നിന്ന് ചപ്പെല്ലാം കൂടെ എടുത്ത് ഹരീഷിൻ്റെ ആ തലയിലോട്ട് ഒറ്റ കമത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നീതു ദേഷ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് കയറിപ്പോയി. അപ്പോഴേക്കും ഹരീഷിനും ആകെ ഒരു വിഷമമായി. ആ സമയം തന്നെ നമ്മുടെ സുധീഷ് പതുക്കെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യണം. ഇതായിരുന്നു അല്ലേ ഉദ്ദേശം? അത് പിന്നെ ആദ്യമേ പറയാൻ പാടില്ലേ? അപ്പോൾ ഹരീഷിനാകെ എന്തോ പോലെ ആയിപ്പോൾ. എന്ന് വെച്ചാൽ സുധീഷ് കാണുകയും ചെയ്തു, മനസ്സിനാകെ ഒരു പ്രയാസമായി. ഇപ്പം ആകെ സങ്കടത്തോടെ അവിടെ നിൽക്കുകയായിരുന്നുണ്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു, എടാ പോട്ടാ, ഒരു പെണ്ണിനെ വളയ്ക്കാനും അറിഞ്ഞൂടാ, പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാനും അറിഞ്ഞൂടാ, നിന്നെ കൊണ്ട് എന്തിനും കൊള്ളാം, അതൊക്കെ നീ എന്നെ കണ്ടു പഠിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ പോഴത്തേണ്. അവസാനം രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് എത്തി. വീടെത്തിയപ്പോൾ സുഭാഷ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് അതിശയത്തോടെ നോക്കുകയാണ്. അല്ല എപ്പം നോക്കിയാലും കീരിയും പാമ്പുമാണ്. അല്ല ഇവർ രണ്ടുപേരും എന്താണാവോ ഇന്ന് ഒരുമിച്ചൊക്കെ വന്നത്? അപ്പോൾ സുഭാഷ് ചോദിച്ചു, അല്ല ഇന്ന് വളരെ അതിശയമായിരിക്കണമല്ലോ, രണ്ടുപേരും ഒരുമിച്ചൊക്കെ വന്നിരിക്കണം. അപ്പോൾ ഹരീഷ് പറഞ്ഞു, അത് ഞാനിങ്ങനെ വഴിയിൽ വെച്ച് സുധീഷേട്ടനെ കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് കയറി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, നിധിയൊക്കെ എങ്ങോട്ടാണ് പോയെന്ന്, നിധിയൊക്കെ എന്തേ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിധി പുറത്തു പോയിക്കുക. പുറത്തോ? എന്തിന്? അപ്പോൾ സുധീഷ് ചോദിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു, എന്തോ മേടിക്കാൻ. അവൾ ഒറ്റയ്ക്കാണോ പോയത്? അപ്പോൾ സുഭാഷ് പറഞ്ഞു, അല്ല നികേഷിനെയും കുട്ടിയെ പോയത്. എന്തു പണിയായിട്ടാണ് കാണിച്ചത്? ഈ നേരത്തൊക്കെയാണോ അവൾ ഒറ്റയ്ക്ക് വിടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സുധീഷ് വലിയ ഇതൊക്കെ ഇങ്ങനെ കാണിക്കണം. അപ്പോൾ ഇപ്പം തന്നെ വരൂടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ നികേഷും നിധിയും കൂടെ വരികയാണ്. അപ്പോൾ ഒരു വലിയ കിറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സുധീഷ് ചോദിച്ചു, ഇതെന്താ നിധി ഒന്നും പറയാണ്ട് പോയത്? ഞാൻ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോയത്, എന്നാലും എന്നോട് പറയണ്ടേ? പിന്നെ എന്തിനു പറയണു? ഞാൻ സുഭാഷിനോട് പറഞ്ഞിട്ട് ഞാൻ നികേഷിനും കൂട്ടിയല്ലേ പോയത്, അതിന് ഇതിന് മാത്രം എന്നാന്നൊക്കെ ചോദിച്ച് നിധി പറയുന്നു. എന്നാലും എന്നോടൊന്ന് പറയണ്ടേ? ഞാൻ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ നിധി പറഞ്ഞു. എൻ്റെ കവറിലെന്നൊക്കെ ചോദിക്കും അപ്പോൾ സുഭാഷ്. അപ്പോൾ നിധി പറയും, അതെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയതാ, കഴിഞ്ഞ ദിവസം ഗ്യാസ് ഇല്ലാണ്ട് വന്നപ്പോൾ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടി, അതുകൊണ്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയതാണെന്ന് പറയും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മോളേന്ന് നമ്മുടെ സുഭാഷ് ചോദിക്കണം. അപ്പം നിധി പറഞ്ഞു, വേണം സുഭാഷ് ചേട്ടാ, കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയാലും പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ ഈ ഇൻഡക്ഷൻ കുക്കർ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം പറയും, എനിക്കിതൊന്നും അധികം ഉപയോഗിക്കാൻ അറിയില്ലല്ലോ മോളെ എന്ന് പറയാം. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു എന്നുള്ള സുഭാഷ് ചേട്ടൻ സമാധാനപ്പെടുന്നു പറയാം. അതെ ഇതിൽ വെക്കാൻ നമുക്കൊരു പാത്രം വേണമല്ലോ. അയ്യോ ഇതിൽ വെക്കണ പാത്രങ്ങളൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ മോളെന്ന് സുഭാഷ് പറഞ്ഞു. അപ്പം നികേഷ് പറഞ്ഞു, ആ കട്ടിയുള്ള സ്റ്റീൽ പാത്രം പറ്റുമായിരിക്കുമോ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് കിച്ചണിൽ പോയിട്ട് ആ പാത്രം എടുത്തുകൊണ്ട് അപ്പോൾ നിധി പറഞ്ഞു, അയ്യോ ഇത് പറ്റില്ല, ആകെ പണ്ടത്തരായിപ്പോയി, ഞാൻ 2-3 ഇതിൽ വെക്കാൻ പറ്റുന്ന പാത്രം കൂടെ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ വെക്കാൻ പറ്റിയ കുറച്ച് പാത്രങ്ങളൊക്കെ ചാക്കിലാക്കി തട്ടിൻപുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ പോയി അതെടുത്തുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് അതിൽ സ്യൂട്ടായിട്ടുള്ളത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചെന്ന് ആ 2-3 ചാക്കൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഓരോ ചാക്കും ഇങ്ങനെ അഴിച്ച് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നിധിയും നികേഷും കൂടെയാണ് ഫുൾ ചെക്കിങ് നടത്തുന്നത്, അതിന് പറ്റിയ പാത്രം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ അവർ പാത്രങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ എടുത്ത് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഈ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും നികേഷിൻ്റെയും നിതീഷിൻ്റെയൊക്കെ കുഞ്ഞിലെയുള്ള കുറേ ആൽബം ഫോട്ടോസൊക്കെ അതിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ കമൻറ്റൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നികേഷിന് ചെറിയൊരു വിഷമം പോലെ.
അതായത് സുഭാഷ് ഏട്ടൻ്റെയും അമ്മയുടെയും അതുപോലെ സുധീഷ് ഏട്ടനും അമ്മയും ഹരീഷ് ഏട്ടനും അമ്മയും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫോട്ടോയിൽ പോലും അമ്മയില്ല. എന്നെ അമ്മ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല. ഇത് കണ്ടിട്ട് നികേഷിന് ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതോർത്ത് നികേഷ് ഇങ്ങനെ ഒരു വിഷമമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഭാസ്കരൻ വന്നിട്ട് ചോദിക്കും ഇതെന്താ ഇവിടെ. അപ്പോൾ നമ്മുടെ നിധി പറയും അച്ഛൻ ഇങ്ങനെ ഇന്നതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങി, പക്ഷേ അതിന് സ്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന്, അത് വാങ്ങാൻ മറന്നുപോയി. അപ്പം ഈ തട്ടിൻപുറത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ചേട്ടൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഭാസ്കരൻ പറയും പിന്നെ ഇതിൻ്റെ വല്ല പണിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയും ഇതെന്താ ഫോട്ടോസൊക്കെ കയ്യിലിരിക്കണേ, നോക്കട്ടെ പഴയ ഫോട്ടോസൊക്കെ അല്ലേ. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും കണ്ടോടാ എൻ്റെ പഴയ കാല ഗ്ലാമറൊക്കെ നീയൊക്കെ കണ്ടോടാ, ഈ ഗ്ലാമറൊന്നും ഇപ്പം നിനക്കൊക്കെ ഇല്ലടാ, നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ ഇരിക്കണ ഇരിക്കൽ കണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഓ ഒരു ഫോട്ടോ നോക്കി കൊല്ലയൊക്കെ ഇത് പറയാൻ വന്നിരിക്കുന്നു, ഇത്രയും നാൾ ഇവിടെ കിടന്നപ്പോൾ ഇതൊന്നും നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഏതാണ്ടൊക്കെ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയൊക്കെയാണ് ഈ പറഞ്ഞതുവരെയൊക്കെയാണ് ഏകദേശം നാളത്തെ പ്രൊമോയിൽ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.